ഗായ്സ്, നമ്മുടെ നന്ദിയേശൻ്റെ ഷെഡിലേക്ക് നമ്മുടെ ഇക്ക വിളിച്ചിട്ടുണ്ട്. എന്നെ കുറേ ദിവസമായി കണ്ടിട്ട്. അങ്ങനെ നമ്മളിത് നന്ദിയേശൻ്റെ ഷെഡിലും കരയ്ക്കും പോവേണ്ട. നമ്മളിത് കോട്ടപ്പുറം പാലത്തിൻ്റെ അടിയിലും കൂടെ കണ്ടാൽ പോകണേ. പാലം പണി ഏകദേശം പകുതി മുക്കാലും കഴിയാറ്. ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ പാലം പണി കഴിഞ്ഞ് തുറക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമ്മളിത് നന്ദിയേശൻ്റെ ഹൈബ്രിഡിൻ്റെ ഷെഡിലും കാര്യങ്ങളും എത്തി. ഇവിടെ ഹൈബ്രിഡ് മാത്രമേ ഉള്ളൂ. നന്ദിയേശൻ വരും, പുതിയ വണ്ടി വരണുണ്ട്. അപ്പോൾ വണ്ടി ഏകദേശം ശനിയാഴ്ച ഇന്നാണ് വീഡിയോ ഇടുന്നത്. ബുധനാഴ്ച എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ശനിയാഴ്ചയോടുകൂടി വരും. നന്ദിയേശൻ്റെ ഓഫീസിൽ ആരും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ചായ കുടിക്കുന്ന സ്ഥലത്ത് പോകും. അവരവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുസ്രീസിൻ്റെ അടുത്താണ് നമ്മളെ ചായയും കാര്യങ്ങളും കുടിക്കണവർ. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ഹൈബ്രിഡിൻ്റെ മുതലാളി, നന്ദിയേശൻ്റെ മാനേജർ ഓഷാനേരെ മുതലാളി ബിജോയ് ചേട്ടൻ, പിന്നെ അമ്പാടി, പിന്നെ നമ്മുടെ വേറെ 2-3 ചേട്ടന്മാരൊക്കെ ഉണ്ടായിട്ടാ. അപ്പോൾ നന്ദിയേശൻ്റെ വണ്ടി ഏകദേശം ശനിയാഴ്ച കൂടി ഇറങ്ങുമെന്നുള്ള ഉറപ്പിക്കലായി. അപ്പോൾ എല്ലാവരും കത്തി വയ്ക്കേണ്ട. ഞാൻ വന്നതോടുകൂടി കത്തി വയ്ക്കുക. ഇതാണ്ട് നന്ദിയേശൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളും. ഇതാണ്ട് നന്ദിയേശൻ്റെ മാനേജറും മുതലാളിയും മുത്തുമണിയും ഇസാക്കയും. അപ്പോൾ നമ്മളിനി ചാമ്പ്യൻ്റെ ഗ്യാരേജിൽ പോവേണ്ട. ഇവിടെ വന്ന സ്ഥിതിക്ക് ചാമ്പ്യൻ്റെ ഗ്യാരേജിൽ പോയില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. പിന്നെ നമ്മളിത് ചാമ്പ്യൻ്റെ ഗ്യാരേജിലും കാര്യങ്ങളും പോവേണ്ടത്. അപ്പുറത്തെ സൈഡിലാണ് ചാമ്പ്യൻ്റെ ഗ്യാരേജ്. വണ്ടി ഉണ്ടോ എന്ന് നോക്കാട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വണ്ടി മറ്റേ മൂകാംബികയ്ക്ക് ട്രിപ്പും കാര്യങ്ങളും പോകാൻ നിൽക്കണം. ആഷിഖാണ് ഡ്രൈവർ. പിന്നെ ഡെന്നി മോനുണ്ട്. ഡെന്നി വെറുതെ പോകണ്ട. ഡെന്നി നമ്മുടെ എലോഹില ഡ്രൈവറാണ്. ആളിടയ്ക്ക് നമ്മുടെ ബസ്സിൽ പോവും. അപ്പോൾ ഇത് ഡെന്നി ആയിട്ടത് വണ്ടിയുടെ ഫ്രണ്ടും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ നിൽക്കണേ. അപ്പോൾ എന്താടകല്ലേ ചാമ്പ്യൻ. അപ്പോൾ നമ്മളിത് നേരെ ചാമ്പ്യൻ്റെ ഷെഡിൻ്റെ അകത്തോട്ട് വരും. അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാട്ടോ. അത് നമ്മുടെ കർപ്പൂരപ്രിയൻ, ബിലീവർ, ചാമ്പ്യൻ്റെ കുട്ടിവണ്ടി, അർബാനിയ, ഇതിൻ്റെയൊക്കെ വീട് നമ്മൾ ചെയ്തേണ്ട. ചാമ്പ്യൻ്റെ കുട്ടിവണ്ടിയുടെ വീട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഷട്ടിൽ കളിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇക്ക ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇക്കേനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായല്ലോ. ഞാൻ പൊതുവേ ഇപ്പോൾ ചാമ്പ്യൻ്റെ ഷെഡിൽ അങ്ങനെ ഇപ്പോൾ പോകാറില്ല, വണ്ടി മേഖലയിൽ ഇപ്പോൾ പോകാറില്ല. അപ്പോൾ ഇക്കേനെ കണ്ട് കുറച്ച് കത്തിയും വെച്ച് നേരെ വീട്ടിലേക്ക് പോവേണ്ട.